സമീപകാലത്ത് ആദ്യമായാണ് ഒരു കേരള മുഖ്യമന്ത്രി 5 ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. അതും ഒരു ഗൾഫ് രാജ്യത്ത് 4-5 ദിവസം ചെലവിട്ടുകൊണ്ടുള്ള യാത്ര. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ പര്യടനത്തിൻ്റെ ബാക്കി പത്രം എന്തായിരിക്കും? കേരളത്തിനും പ്രവാസികൾക്കും ഈ യാത്ര കൊണ്ട് എന്ത് നേട്ടമാകും ഭാവിയിൽ ഉണ്ടാക്കുക? കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ മുഖ്യമന്ത്രി എത്തുമ്പോൾ ലഭിക്കുന്ന സ്വീകരണത്തെ വെല്ലുന്നതായിരുന്നു ഗൾഫിലെ ഓരോ വരവേൽപ്പും. ആദ്യമെത്തിയ ബഹ്റൈനിൽ, പിന്നീട് സന്ദർശിച്ച ഒമാനിലും ഖത്തറിലും കുവൈറ്റിലും, ഒടുവിലായെത്തിയ UAE-യിൽ ഒരിടത്തും സ്വീകരണത്തിനും ആൾക്കൂട്ടത്തിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തും മുഖ്യമന്ത്രി വിശദീകരിച്ചത് കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിന്റെ നേട്ടങ്ങൾ. ഏതൊരു മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം, എന്റെ നാട് അതിദാരിദ്ര്യം മുക്തമാക്കിയ നാട് എന്ന അഭിമാനം ഏത് മലയാളിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന. ഇത് നേടാൻ നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഭരണ സംവിധാനത്തിന് മാത്രമേ കഴിയൂ. അത് വേണ്ടുവോളം ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും ക്ഷേമ പെൻഷൻ വർധനയും വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിലെ മാറ്റങ്ങളുമെല്ലാം അക്കമിട്ട് നിരത്തിയായിരുന്നു എല്ലായിടത്തും മുഖ്യമന്ത്രിയുടെ പ്രസംഗം. ഗൾഫ് പര്യടനത്തിൽ മുഖ്യമന്ത്രിക്കും ഇടത് സർക്കാരിനും ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരം UAE-യിൽ നിന്നുമാണ്. UAE സഹിഷ്ണുതാകാര്യ സഹവർത്തിത്വ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാന്റെ വാക്കുകൾ. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് ഷെയ്ഖ് നഹ്യാൻ. I also commend what the Honorable Chief Minister has called the Kerala story. The successful eradication of extreme poverty in your state, sir. This is a remarkable achievement. ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാന്റെ ഈ വാക്കുകൾ കയ്യടിയോടെയാണ് മുഖ്യമന്ത്രിയും പ്രവാസി സമൂഹവും സ്വീകരിച്ചത്. ഷെയ്ഖ് നഹ്യാന്റെ ഈ വാക്കുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അബുദാബിയിലെ മലയാളോത്സവത്തിൽ മുഖ്യമന്ത്രി സംസാരിച്ചു തുടങ്ങിയത്. UAE-യിലെ ഭരണാധികാരികൾ കേരളം ഞങ്ങളുടെ ഹൃദയത്തിലാണ് എന്ന് പറഞ്ഞത് ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുക. അതേ തരത്തിലുള്ള ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ് നമുക്കിവിടെ കേൾക്കാൻ കഴിഞ്ഞത്. അതിനെല്ലാം ഇടയാക്കിയത് നിങ്ങൾ ഇവിടെ നേരത്തെ പ്രവർത്തിച്ചവരും ഇപ്പോൾ ഇവിടെ പ്രവാസ ജീവിതം നയിക്കുന്നവരുമായ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ നടത്തിയ പ്രവർത്തനമാണ്. സർക്കാർ പ്രഖ്യാപനത്തെ പ്രതിപക്ഷം വിമർശിക്കുമ്പോഴാണ് ഗൾഫിലെ ഒരു ഭരണാധികാരിയിൽ നിന്നും വലിയ പ്രശംസ ലഭിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപുള്ള ഈ പ്രശംസ സർക്കാരിന് വലിയ ഊർജമാണ്. ഗൾഫിലെ ഭരണാധികാരികളുമായുള്ള കൂടിക്കാഴ്ചകളിൽ കേരളത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് അത്ഭുതമാണെന്നാണ് മുഖ്യമന്ത്രി ഓരോ വേദികളിലും വ്യക്തമാക്കിയത്. ബഹ്റൈനിലും ഒമാനിലും ഖത്തറിലും കുവൈറ്റിലും UAE-യിലുമെല്ലാം ഭരണകർത്താക്കളുമായുള്ള കൂടിക്കാഴ്ചകളിൽ അനൌദ്യോഗിക അംബാസിഡറെ പോലെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി കേരള സംഘത്തെ പരിചയപ്പെടുത്തി. ചർച്ചകളിൽ അദ്ദേഹം സജീവമായി. ഒടുവിലായി നടന്ന അബുദാബിയിലെ മലയാളോത്സവത്തിൽ ഇതൊക്കെ തന്റെ ചുമതലയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ സോഷ്യൽ സെന്ററിന്റെ പ്രസിഡന്റ്, മലയാളി സമാജം, കേരള സോഷ്യൽ സെന്റർ ഇതിന്റെ ഓർഗനൈസേഴ്സ്, ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ പ്രസിഡന്റ് ബാവഹാജി അടക്കം എല്ലാ അസോസിയേഷന്റെ പ്രസിഡന്റുമാരും എല്ലാ സംഘടനകളുടെ ഭാരവാഹികളും ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതിൽ അബുദാബി ഈ ആസ്ഥാനത്ത് എനിക്ക് പ്രത്യേകമായ സന്തോഷമുണ്ട്. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായിട്ടായിരുന്നു 5 രാജ്യങ്ങളിലെ പര്യടനത്തിന്റെ അവസാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ കൂടിക്കാഴ്ച. കേരളവുമായുള്ള സാമ്പത്തിക വികസന പങ്കാളിത്തം കൂടുതൽ വിപുലമാക്കാൻ ചർച്ചയിൽ ധാരണയായി. അബുദാബി സാമ്പത്തിക വികസന വകുപ്പ് ചെയർമാൻ അഹമ്മദ് ജാസിം അൽസാബി, അബുദാബി എക്സിക്യൂട്ടീവ് കൗൺസിൽ സെക്രട്ടറി ജനറലും കിരീടാവകാശിയുടെ ഓഫീസ് ചെയർമാനുമായ സെയ്ഫ് സയ്യിദ് ഗോബാഷ്, മന്ത്രി സജി ചെറിയാൻ, ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്തൽ, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി തുടങ്ങിയവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. കേരളത്തിലെ നിക്ഷേപ സാധ്യതകളെക്കുറിച്ച് പഠിക്കാൻ ഖത്തറിൽ നിന്നടക്കം സർക്കാർ സംഘം എത്തുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. ഒരു കാര്യം പക്ഷേ ഉറപ്പാണ്, ഗൾഫിലെ രാജ്യങ്ങളിൽ നിന്നുമുള്ള നിക്ഷേപകർ കേരളത്തിലെത്തുകയും നിക്ഷേപം നടത്തുകയും വേണമെങ്കിൽ കൃത്യമായ തുടർച്ച വേണം. കൂടിക്കാഴ്ചകളിൽ പങ്കുവച്ച ആശയങ്ങളെക്കുറിച്ച് വിശദീകരിക്കണം. ഗൾഫിലെ ഓരോ സർക്കാരും ആവശ്യപ്പെടുന്ന വിവരങ്ങളും സൗകര്യങ്ങളും നൽകണം. ഇതിൽ വീഴ്ച വരുത്തിയാൽ തെരഞ്ഞെടുപ്പിന് മുൻപ്
തുടർഭരണത്തിന് സഹായം തേടിയുള്ള യാത്ര മാത്രമായി മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനം അവസാനിക്കും.